ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, ഭഗവത്ഗീത അനന്തപുരുഷ മഹായജ്ഞം. എന്തായാലും ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. ഭഗവത്ഗീതയിൽ യജ്ഞസങ്കല്പമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അനന്തപുരുഷ മഹായജ്ഞം എന്ന പദം നിങ്ങളിൽ എത്ര പേർക്ക് സുപരിചിതമാണ് എന്നെനിക്ക് നിശ്ചയം പോരാ. കേട്ടിട്ടുള്ളവരുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്. ഈ പദം കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്. 2-3 പേര് കൈപൊക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ പൊക്കാത്തതായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരതീയ സംസ്കൃതി ലോകത്തിന് നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകളിൽ ഒന്ന് പുരുഷ സൂക്തമാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാക്സ് മുള്ളറെയും കാൾ യാസ്പെർട്സിനെയും ഹ്യൂമിനെയും ഒക്കെ വളരെയേറെ വിരളി പിടിപ്പിച്ചിട്ടുള്ള വൈദിക ഭാഗമാണ് പുരുഷ സൂക്തം. അതിന്റെ കാലത്ത് പ്രാചീനതയിൽ നിന്ന് എത്ര ആധുനികതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പാശ്ചാത്യർ തെല്ലൊന്നുമല്ല ചിന്തിച്ചതെന്ന് അതിപ്രശസ്തനായ CG ജംഗിന്റെ കണ്ടെത്തലുമുണ്ട്. കാലത്തെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞാൽ ഭാരതീയമായ അറിവിന് പ്രാചീനത കുറയ്ക്കാൻ കഴിയുമോ എന്നിവരെല്ലാം എന്തുകൊണ്ട് ഗവേഷണം ചെയ്തുവെന്നും പറയാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. വൈദിക സംസ്കൃതി ആദ്യമായി കണ്ടെത്തുന്നത് 3 വേദങ്ങളിലും അനന്ത മഹാപുരുഷനെയാണ്. അതിൻ്റെ ഒരു ക്രിയായോഗം ഉണ്ടായിരുന്നു. പണ്ട് കേരളത്തിലും ഉണ്ടായിരുന്നു. ചതുർദശി വരുന്ന പൗർണമിയിൽ അങ്ങേയറ്റം വ്രതനിഷ്ഠയോടുകൂടി അനന്ത മഹാപുരുഷനെ ദർശിക്കുവാൻ വേണ്ടിയുള്ള അനന്ത ചതുർദശി വ്രതമുണ്ടായിരുന്നു. അതും നിങ്ങൾ ഓർമ്മിക്കാനിടയില്ല. വളരെ പ്രായം ചെന്നവരാരെങ്കിലും അവരുടെ അച്ഛനമ്മമാർ ചെയ്തത് കണ്ട് ഓർമ്മിച്ചുവെങ്കിലായി. അനന്ത മഹാപുരുഷൻ എന്ന സങ്കല്പം എണ്ണമറ്റ കൈകളും എണ്ണമറ്റ കാലുകളും എണ്ണമറ്റ കണ്ണുകളും എണ്ണമറ്റ ശിരസ്സുമുള്ള പുരുഷ സൂക്തത്തിൽ വർണ്ണിതമായിരിക്കുന്ന വിരാട് പുരുഷന്റെ സങ്കല്പമാണ്. എപ്പോഴാണോ തന്റെ അന്ധകരണത്തിന്റെ അശുദ്ധി കൊണ്ട് സത്വരജസ് തമസ്സുകളുടെ ആന്തോളനം കൊണ്ട് മലിനമായി ശാപഗ്രസ്തനായ ദേവൻ മനുഷ്യനായി ജനിക്കുന്നത്,
ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കറയെല്ലാം തീർന്ന് പുണ്യശ്ലോകനായി തമസ്സും രജസ്സും കടന്ന് ദുഃഖം തരുന്ന സത്വത്തെ അതിജീവിച്ച് ഗുണാതീതനായിത്തീരുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ചിജ്ജടങ്ങളായ സമസ്തവും ഒരേ ഒരു അനന്ത പുരുഷന്റെ അവയവമംഗങ്ങൾ മാത്രമാണെന്നുള്ള തിരിച്ചറിവ് അവിടെ ഒന്നിനോടും മത്സരിക്കാനില്ല എന്നുള്ള ശാന്തി, മോക്ഷദമായ ഭക്തി, എല്ലാം ഏകമാണെന്നുള്ള ജ്ഞാനം ഏതൊരു സത്യത്തിലേക്ക് സംയോജിച്ചിട്ടാണ് സമാധിയെ പ്രാപിക്കുവാൻ കഴിയുക എന്ന യോഗം, ഇതെല്ലാം ഏകത്ര സമ്മേളിക്കുന്നത് അനന്ത മഹാപുരുഷനിലാണ്. പക്ഷെ അനന്ത മഹാപുരുഷന്റെ വൈശിഷ്ട്യത്തെ അറിയണമെങ്കിൽ ശബ്ദങ്ങളെ അറിയണം. പരേ പശ്യന്തിയെ മധ്യമയെ വൈഖരിയെ. അനന്ത ചതുർദശി വ്രതം നടക്കണമെങ്കിൽ ഷഡ്ജങ്ങളും ഗാന്ധാരങ്ങളും അറിയണം. ദൈവീയ ഋഷിയെക്കുറിച്ചും സുദർശികളെക്കുറിച്ചും ജ്ഞാനമുണ്ടാവണം. എന്നുവരെ വാക്കില്ലായിരുന്നുവോ, എന്നുവരെ ശബ്ദം രൂപപ്പെടാതിരുന്നിരുന്നുവോ, അന്ന് സാക്ഷാൽ പുരുഷനിൽ നിന്ന്, മഹാപുരുഷനിൽ നിന്ന് ആദിമമായ പ്രണവനിസ്വനവും അന്ധകരണ പ്രചോദിതങ്ങളായ അക്ഷരങ്ങളും ആദ്യമായി കേട്ട ദേവർഷികൾ അവർ ദർശിച്ച മന്ത്രങ്ങളുടെ സമാഹാരത്തെ ഉൾക്കൊണ്ടിട്ട് മനുഷ്യർ തപസ്സുകൊണ്ട് ഋഷികളായി തീർന്ന നിലയിലുള്ള സുദർശികൾ ദൈവ ഋഷികളിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഛന്ദോബദ്ധങ്ങളായ മന്ത്രങ്ങൾ, അവയുടെ ശാബ്ദിക തലങ്ങളിലാണ് വാച്യവാചക ബന്ധമുള്ള ഭാരതീയമായ ഈശ്വര സങ്കല്പങ്ങൾ മുഴുവൻ ഉണർന്നു വരുന്നത്. ആദിമമായ ശബ്ദശാസ്ത്രം പരയിൽ ഉത്ഭൂതമായ ദൈവീകങ്ങളായ ശബ്ദങ്ങളെ വാച്യവാചക ബന്ധത്തിൽ, ശക്തിരൂപത്തിൽ ആദ്യമായി ദർശിച്ചത് സാധാരണ ഋഷികളല്ല, ദേവഋഷികളാണ്. ശരീരമുള്ളവരല്ല. അവരിൽ നിന്നാണ് മനുഷ്യവർഗത്തിൽ നിന്ന് തപസ്സുകൊണ്ടുണർന്ന ശ്രുതർഷികൾ, വേദങ്ങളിൽ നമ്മൾ കാണുന്ന, നാം സ്മരിക്കുന്ന ഓരോ മന്ത്രത്തിലെയും ഋഷി അതിനെ ദർശിക്കുന്നത്. അതുകൊണ്ട് വൈദിക സംസ്കൃതിയെ പഠിക്കണമെങ്കിൽ ആർഷ പാരമ്പര്യത്തിന്റെ പട്ടികയിൽ തന്നെ പെട്ടാലേ പറ്റൂ, വെളിയിൽ നിന്നാവില്ല. അങ്ങനെ ഛന്ദോബദ്ധമായ
ധ്യാനത്തിൽ ഉത്ഭൂതമാകുന്ന എല്ലാ വാചകത്തിനും അർത്ഥമുണ്ടാകുന്ന, അതിൻ്റെ ശക്തി അർത്ഥമായിത്തീരുന്ന ഈശ്വര സങ്കല്പത്തിലെ സർവ്വതിനെയും ചേർത്തുവച്ചുള്ള അതിവിശാലവും വിപുലവുമായ ദർശനമാണ് അനന്തപുരുഷ ദർശനം. ഈ ലോകത്തിൽ എത്ര ജീവജാലങ്ങളുണ്ട്, അതിൻ്റെ മുഴുവൻ കൈകൾ തൻ്റെ കൈകളായി, അതിൻ്റെ മുഴുവൻ ഉടലിൽ ചേർന്ന് തൻ്റെ ഉടലായി, അതിൻ്റെ തലയെല്ലാം തൻ്റെ തലയായി, കാലുകളെല്ലാം തൻ്റെ കാലായി, ഏകനായ ഒരു പുരുഷനെ സങ്കല്പിക്കുക. ഭാവന നിങ്ങൾക്കുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ വിഷമമാണ്. ഭാവിക്കാൻ പറ്റുമോ? അതാണ് ഭാരതം ലോകത്തിന് കാഴ്ചവെച്ച വിരാട് പുരുഷ സങ്കല്പം. ഇത് പുരുഷ സൂക്തത്തിലുണ്ട്. വേദങ്ങളിൽ അനേകം ഉപനിഷത്തുകളിൽ ഇതിൻ്റെ വർണ്ണനയുണ്ട്. ശ്വേതാസ്വതരത്തിലും മറ്റും ശക്തമായ വർണ്ണനകളുണ്ട്. എല്ലാം ചേർന്ന് ഈ പുരുഷനിൽ നിന്നാണ് രണ്ട് ഈശ്വര സങ്കല്പങ്ങൾ നമുക്ക് വരുന്നത്. അനന്തപുരുഷനിൽ നിന്ന് ഒന്ന് പുരുഷരൂപമായ നാരായണൻ, രണ്ട് കാലരൂപനായ ഈശ്വരൻ. രണ്ടിൻ്റെയും ഉപാസനാരീതികളുണ്ട്. ബ്രഹ്മം അതിൻ്റെ കേവല രൂപത്തിലും ശബള രൂപത്തിലും എന്ന് പറയും. കാലരൂപനായ ഈശ്വരനെ ഉപാസിച്ചാൽ മൃത്യുവാണ് ഫലം. കേവലനായ ഈശ്വരനെ ഭജിച്ചാൽ ഭാരതം പൗരാണിക കാലം മുതൽ നമുക്ക് പറഞ്ഞു തരുന്ന മോക്ഷമാണ് ഫലം. ഭഗവത്ഗീത ഇതിൻ്റെ രണ്ടിൻ്റെയും സംഗമഭൂമിയാണ്. ഗീത വായിച്ച് നിങ്ങൾ കാലരൂപനെ ഭജിക്കുന്നുവോ, കേവലമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നുവോ? ഉപാസനയുടെ രണ്ട് സങ്കേതങ്ങളുടെ ഏറ്റുമുട്ടലാണ് കർമ്മഭൂമിയിൽ നടക്കുന്നത്. ഈശ്വരൻ രണ്ട് ദിശകളിൽ കാണുന്ന രണ്ട് ഉപാസനാ കാണ്ഡങ്ങളുടെ സംഗമഭൂമിയെയാണ് ഗീത ചിത്രണം ചെയ്തിട്ടുള്ളത്. ഈശ്വരോപാസന അതിൻ്റെ കേവലതയിൽ ധർമ്മകായത്തിൽ മാത്രമേ നടക്കൂ. ഈശ്വരോപാസന ശബള രൂപത്തിൽ കർമ്മകായത്തിൽ മാത്രമേ നടക്കൂ. ശരീരം രണ്ട്, ഒന്ന് ധർമ്മശരീരം, ഒന്ന് കർമ്മശരീരം. മനുഷ്യനെ എടുത്താൽ എപ്പോഴെല്ലാം അവനിലെ ജീവൻ സാക്ഷി രൂപത്തിൽ പ്രവർത്തിക്കുന്നു, അപ്പോഴെല്ലാം
അവന്റെ ശരീരം ധർമ്മശരീരമാണ്. മമതകളില്ലാത്ത സതുപദേശങ്ങൾ കൊണ്ട് അങ്കിതമായ ലോക നന്മയെ കാംക്ഷിക്കുന്നവനാണ് ഏതു മനുഷ്യനും കേവലമായ സാക്ഷി രൂപത്തിൽ. ഏതെങ്കിലും ഒരു കർമ്മത്തിന്റെ ഭാഗമായി തീർന്നാൽ വാസനകൾ ഉത്ബുദ്ധമാവുകയും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനയുടെ ഉത്ബുദ്ധത, അനുദ്ബുദ്ധത, ഇന്ദ്രിയജനിത വാസനയുടെ അനുഭവം, ഈ മൂന്നെണ്ണം ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ ഉണ്ടാക്കും. ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങളാണ് ജാഗ്രത് അഭിമാനം മുഴുവൻ. ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന വാസനകളുടെ ഉത്ബുദ്ധതയാണ് സ്വപ്നം മുഴുവൻ. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നാം കാണുന്ന സ്വപ്നമെല്ലാം ആ സമയത്തുള്ള നമ്മുടെ അനുഭവമല്ല, ഇന്ദ്രിയജനിത അനുഭവങ്ങൾ കൂട്ടിക്കലർത്തി ഉണ്ടാക്കുന്ന ഉദ്ബുദ്ധ ഭാവങ്ങളാണ്. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളുടെ അനുദ്ബുദ്ധ രംഗമാണ് നമ്മുടെ ഗാഠമായ സുഷുപ്തി. ഇത് മൂന്നുമുള്ളവരാണ് നമ്മൾ. കർമ്മത്തിന്റെ ഓർമ്മ വരുമ്പോൾ സ്വപ്നമുണരാൻ തുടങ്ങും. കർമ്മത്തിന്റെ ലാഞ്ചനയുണ്ടാകുമ്പോൾ മമതയുണ്ടാകാൻ തുടങ്ങും. അതിന്റെ വിജയത്തിനുള്ള ഒരംശം അദൃഷ്ടമല്ലെങ്കിൽ ദേവനായതുകൊണ്ട് അത് കാലപുരുഷനാണ്. അതിനെ ഭജിക്കുകയും ചെയ്യും. കർമ്മത്തിൽ നാം ഭജിക്കുന്ന ഈശ്വരൻ നമ്മുടെ കർമ്മത്തിന്റെ വിജയത്തെ ഭാഗഭാക്കാക്കുന്ന ഈശ്വരനാണ്. Am I right? ശരിയാണോ? എൻ്റെ മകളെ ജയിപ്പിക്കണം, പറഞ്ഞേക്കാം. രൂപ 100 ഉണ്ട് തരുന്നത്. ഇല്ലെങ്കിൽ അത് കൂടുതൽ എത്രയാണ്? അറിവിന്റെ പരിമിതി ഉണ്ടാവും, കാരണം ഇപ്പൊ അതിലൊക്കെ കൂടിയിട്ടുണ്ടാവും റേറ്റ്. കാലപുരുഷനെയാണ് അവിടെയൊക്കെ നമ്മൾ ഭജിക്കുന്നത്, യജ്ഞപുരുഷനെയല്ല. കർമ്മം പലപ്പോഴും ബന്ധത്തിന് കാരണമായവയാണ്. അങ്ങനെ വരുന്നത് കർമ്മശരീരത്തിലാണ്. മഹാഭാരത യുദ്ധക്കളത്തിൽ കർമ്മശരീരവും ധർമ്മശരീരവും ചലിച്ചാണ് രണ്ടു കൂട്ടർ വന്നിരിക്കുന്നത്. ധർമ്മക്ഷേത്രേ സമവേതാഹ കുരുക്ഷേത്രേ യുയുത്സവഃ മാമകാഹ പാണ്ഡവഃ ച ഏവ കിം അകുർവത. വൃദ്ധനായ ധൃതരാഷ്ട്രൻ ഇനി ഭരിക്കാനുള്ള മോഹമൊന്നുമില്ല. അന്ധനായ ധൃതരാഷ്ട്രന് തന്റെ കർമ്മങ്ങളുടെ സുനിശ്ചിതമായ ഭാവി നിശ്ചയവുമാണ്. വിതുരൻ പറഞ്ഞതിനപ്പുറം, സനത്സുജാതൻ പറഞ്ഞതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്നറിയാം. പുത്രവാത്സല്യത്തിന്റെ ഗതീയത പുത്രദുഃഖത്തിന്റെ ഫലമാണെന്ന് അറിയാത്തവനല്ല അന്ധനെങ്കിലും ധൃതരാഷ്ട്രൻ. ധൃതരാഷ്ട്രൻ അറിയേണ്ടത് ഒന്നേ ഉള്ളൂ: മൃത്യുവിന് മുമ്പ് കാലപുരുഷനടങ്ങുന്ന ശബളബ്രഹ്മത്തിന്റെയും യജ്ഞപുരുഷനാകുന്ന അനന്തപുരുഷന്റെയും അനുഭവം. ഇതിലേക്ക് ക്രമമായി എങ്ങനെയാണ് വികസിപ്പിച്ചു കൊണ്ടുപോകുന്നത്? ഭഗവത്ഗീതയുടെ ഓരോ അധ്യായങ്ങളും നിങ്ങൾ പഠിച്ചാൽ
അത് 11 വരെ അധ്യായങ്ങളിൽ ക്രമമായി വികസിപ്പിക്കുന്നത് കൃത്യതയോടെ വിരാട് പുരുഷ സങ്കല്പത്തില്, പുരുഷ സൂക്തത്തില് അർജുനനെ ഒരു ഗുരുവെന്ന നിലയിൽ കൃഷ്ണൻ കൊണ്ടുപോയി നിർത്തി തൊട്ട് കാണിക്കുന്നതിലേക്കാണ്. അത് അർജുനൻ രഹസ്യമായി കാണിച്ചു കൊടുത്തത് അർജുനനപ്പുറം സഞ്ജയൻ കാണുകയും വ്യാസൻ എഴുതുകയും സഞ്ജയൻ ധൃതരാഷ്ട്രന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. കൃഷ്ണനിൽ നിന്നാണ് അർജുനൻ കണ്ടതും കേട്ടതുമെങ്കിൽ സഞ്ജയനിൽ നിന്നാണ് ധൃതരാഷ്ട്രൻ കേട്ടത്. കൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നതും അർജുനൻ കാണുന്നതും സഞ്ജയൻ കാണുന്നതും സഞ്ജയൻ ധൃതരാഷ്ട്രന് വിശദീകരിച്ചു കൊടുക്കുന്നതും സുവ്യക്തതയോടെ വ്യാസൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഗീത പഠിക്കുമ്പോൾ യുദ്ധങ്ങൾ നിങ്ങൾ പഠിക്കാറുണ്ട്. കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും പഠിക്കാറുണ്ട്. ഈശ്വര ദർശനത്തിന് ശ്രമിക്കാറില്ല. ഭഗവത്ഗീതയുടെ ഏക ലക്ഷ്യവും ഏക ഉദ്ദേശ്യവും ഏകാന്ത ഭക്തിയിൽ വിരാട് വിശ്വരൂപ ദർശനം മാത്രമാണ്. അതിനപ്പുറം മാനവചേതനയ്ക്ക് ലഭിക്കാൻ ഒന്നുമില്ല. ഒരു ജന്മം കൊണ്ട് ഈശ്വര ദർശനം ഉണ്ടായില്ലെങ്കിൽ ആ ജന്മം പാഴ്വേലയാണ്. വെറും ഈശ്വര ദർശനമല്ല, അനന്ത മഹാപുരുഷ ദർശനം. എന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. എന്റെ ഉദ്ദേശ്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. കാരണം പാഴ്വാക്ക് ഉച്ചരിച്ചിട്ട് പോകാൻ എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ ഒരുപാട് പണിയുള്ളവരാണ്. ഉപാസനയുടെ 2 കൃത്യതയുള്ള മാർഗങ്ങൾ ഭീഷ്മനും കൃപനും ദ്രോണനും അശ്വത്ഥാമാവുമെല്ലാം ശബളപുരുഷനിൽ കാലപുരുഷനെ വന്ദിച്ചുപാസിച്ച് മൃത്യുവിലേക്ക് മടങ്ങുന്ന കാഴ്ച, ഈശ്വരനെ ഉപാസിച്ച് മൃത്യുവിലേക്ക് മടങ്ങുന്ന കാഴ്ച, അനന്ത മഹാപുരുഷനെ ഉപാസിച്ച് മോക്ഷത്തിലേക്ക് എത്തുന്ന കാഴ്ച. 2 ദൃശ്യമാണ് ഗീത ഒരുക്കുന്നത്. അനന്ത മഹാപുരുഷനെയോ കാലപുരുഷനെയോ ഭഗവത്ഗീതയിൽ ദർശിക്കാനാവാതെ പാണ്ഡവ കൗരവ യുദ്ധം മാത്രം കണ്ടു മടങ്ങുന്ന ആധുനിക ഹിന്ദു എത്ര നഷ്ടത്തിലാണ്. ഗീത പഠിച്ചുവെന്ന് നാം അഭിമാനിക്കുന്നു. ശ്ലോകം മുഴുവൻ കാണാതെ ചൊല്ലാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഗീതാ മത്സരത്തിൽ ജയിച്ച സർട്ടിഫിക്കറ്റുകൾ പൊക്കി കാണിക്കുന്നു. ഗീത ഉൾക്കൊള്ളുന്ന മഹായജ്ഞത്തെ, യജ്ഞസ്വരൂപമാണ് ഭഗവത്ഗീത. കണ്ടില്ലെങ്കിൽ ഇത് മുഴുവൻ നഷ്ടമാണ്. എത്ര തവണയാണ്, ഏതെല്ലാം അധ്യായങ്ങളിലാണ് ഭഗവാൻ തന്റെ സ്വരൂപത്തെ അനന്ത പുരുഷ സങ്കല്പങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത്. തനിക്ക് മാനുഷീകരണം നൽകി
ഭജിക്കുന്നവർ തന്നെ നിന്ദിക്കുകയാണെന്ന് പറയാൻ മടിക്കാത്തവനെയാണ് 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 9-ാം അധ്യായം 11-ാം ശ്ലോകമാണെന്ന് തോന്നുന്നു. ഗീത കയ്യിലുണ്ടോ? ഉണ്ടോ? കേൾക്കാനൊക്കെ പോകുന്നപ്പോൾ ഒരു പുസ്തകം കയ്യിലെടുത്തിട്ടുണ്ടോ? അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്തു മമഭൂതമഹേശ്വരം. അങ്ങനെയാണോ ആ ശ്ലോകം? നമ്പരൊക്കെ എൻ്റെ ഒരു നമ്പരാണ്. ഞങ്ങൾ ഈ നൂറ്റാണ്ടും നമ്പരും ഒക്കെ പറയുന്നത് നിങ്ങളെ ഒന്ന് പറ്റിക്കാനാണ്. പോകുമ്പോൾ നല്ല ദക്ഷിണ കിട്ടാനാണ്. അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമാണ്. എന്നിരുന്നാലും ശരിയാണോ? യാദൃച്ഛികമായതാ. അവജാനന്തിമം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്തോ മമഭൂതമഹേശ്വരം. ഭൂതമഹേശ്വരൻ എന്നൊരു പ്രയോഗം അവിടെ പ്രയോഗിച്ചിരിക്കുന്നു. ഭവന്തീതി ഭൂതാനി, ഭവിച്ചവയൊക്കെ ഭൂതങ്ങളാണ്. അതിന്റെ ആഗതിയെയും ഗതിയെയും എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഏതൊരുവനിൽ ഉണ്ടായി ഏതൊരുവനിൽ നിലനിന്ന് ഏതൊരുവനിൽ ലയിക്കുന്നു. ഇത് പഠിപ്പിക്കാൻ ജ്ഞാനയോഗത്തില് 11 മുതൽ ഏതാണ്ട് 45 വരെ ശ്ലോകങ്ങളിൽ 39 വരെ ശ്ലോകങ്ങളിൽ ഒരു ദിശയിലും 40 മുതൽ 55 വരെ ശ്ലോകങ്ങളിൽ വേറൊരു ദിശയിലും സാഖ്യത്തെയും യോഗാരംഭത്തെയും കൃത്യമായി വർണ്ണിച്ചിട്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ ഭംഗിയായി വർണ്ണിച്ചു പോകുമ്പോൾ 62 വെച്ച് ഭഗവാൻ അത് തിരിയുന്നുണ്ട്. ഭഗവത്ഗീത വായിച്ചു പോകുമ്പോ സമസ്ത ദുഃഖങ്ങളും സഞ്ചാലനം കൊണ്ടാണെന്ന്, വിചാലനം കൊണ്ടാണെന്ന് പറയാൻ ഭഗവാൻ മടിക്കുന്നില്ല. വ്യഥാ സഞ്ചാലനെ സഞ്ചാലയന്തി വിചാലയന്തി വിചാലയന്തി സ്വരൂപാദവസാദയന്തി യം ഹിന വ്യഥയന്ത്യതേ പുരുഷം പുരുഷർഷഭ തുടങ്ങിയ ശ്ലോകങ്ങളിലൂടെ എല്ലാം വർണ്ണിച്ച് ആ സഞ്ചാലനം ക്ഷത്രിയൻ ഉണ്ടാവില്ല എന്ന് 31 പറയുമ്പോൾ ക്ഷത്രിയസ്യ ന വിദ്യതേ എന്നാണ് പറഞ്ഞത്. മുപ്പത്തിയൊന്നാം ശ്ലോകത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 31 ആണോ? 31 ആണോ? ശ്ലോകാരംഭം സ്വധർമ്മം അഭിജാവേക്ഷ്യ ന വികമ്പിതും അർഹസി ന വികമ്പിതും ന വിചാലയിതും ന സ്വരൂപാദവസാദയിതും അർഹസി ധർമ്മ്യാധി യുദ്ധാശ്രയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. യുദ്ധം ഏതായിരിക്കണം? അത് അനന്ത മഹാപുരുഷ യജ്ഞത്തിലേക്ക് സഞ്ചരിക്കാൻ പോകുന്ന ഒരുവൻ യുദ്ധം ചെയ്യേണ്ടത് പുറത്തുള്ള ശത്രുക്കളോടല്ല.
പുറത്തുള്ള ശത്രുക്കളൊക്കെ നിസ്സാരന്മാരാണ്. അവരാകെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയാൽ കുറെ സ്വത്തേ കൊണ്ടുപോകുള്ളൂ, ആത്മവത്തയെ കൊണ്ടുപോകില്ല. സ്വന്തം ആത്മാവിനെ ഹനിച്ചിട്ട് ആത്മഹന്താവാക്കി ആത്മവിസ്മൃതി വരുത്തി മോക്ഷത്തെ ഇല്ലാതാക്കി അജ്ഞാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ശത്രുക്കളെല്ലാം അകത്താണ്.